കോഴിക്കോട് നമ്മൾ ഒരു സൈറ്റിൽ ഇങ്ങനെ നല്ലൊരു മയത്ത് നിൽക്കുന്ന സമയത്താണ് ഞാൻ ആ മഴ ഓർക്കാനുള്ള റീസണും കൂടി ഉണ്ടായി. സജാദ്ക്ക് നമ്മളെ വിളിക്കുന്നത്, നമ്മളെ വൺ ഓഫ് ദി ഫേവറേറ്റ് ആർക്കിടെക്ട് ആണ് സജാദ്ക്ക്. നല്ല അടിപൊളി ഡിസൈൻ ഒക്കെ ചെയ്യുന്ന പുള്ളിയാണ്. അപ്പോൾ സജാദ് എന്നെ വിളിച്ചിട്ട്, ഗുലാം ഞാൻ തിരൂരാണുള്ളത്, ഒരു സൈറ്റ് ഉണ്ടായിരുന്നു, സൈറ്റിൽ ഗേറ്റ് വെക്കാൻ കുറച്ച് ചാലഞ്ച് ഉണ്ട് എന്നുള്ള രീതിയിലാണ് എന്നോട് ഫോം വിളിച്ച് പറയണ്ടായി. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഗേറ്റിന്റെ സൈറ്റിലായിരുന്നു, അവിടെ നമ്മളിങ്ങനെ സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാനൊരു റിയാസ് ഡിസ്കസ് ചെയ്ത്, അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് മറ്റന്നാളെ പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു. ഞാൻ ഇമ്മീഡിയറ്റ്ലി കട്ട് ചെയ്തിട്ട് സജാഖാനെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ എന്ത് ചെയ്യാം, മറ്റന്നാൾ വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ തിരൂര് സൈറ്റിൽ എത്തുമ്പോൾ ആ സൈറ്റിലേക്ക് പോണ റോഡ് വളരെ ചെറുതാണ്. പ്ലസ് ആ സൈറ്റിന്റെ ഒരു എലിവേഷൻ നോക്കുമ്പോൾ ചെറിയൊരു കയറ്റാണ്. എന്താ വെച്ചാൽ വലിയൊരു കയറ്റമല്ല, ചെറിയൊരു കയറ്റം. പക്ഷെ കയറ്റം കയറി കഴിഞ്ഞിട്ട് ചെറിയ സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ നമുക്ക് എന്ത് ചെയ്യാം, വെഹിക്കിൾ നിർത്തിയിടാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു സ്ലൈഡ് ഗേറ്റോ അതേപോലെ അല്ലെങ്കിൽ ഒരു സിങ് ഗേറ്റിനോ പോസിബിലിറ്റി ഇല്ല. സിങ് എന്തുകൊണ്ട് പോസിബിൾ അല്ല എന്നുള്ളത്, സിങ് പുറത്തോട്ട് മാത്രമേ തുറക്കാൻ കഴിയുള്ളൂ. തുറന്നു കഴിഞ്ഞാൽ റോഡ് ബ്ലോക്ക് ആവും. അകത്തോട്ട് തുറക്കാനാണെങ്കിൽ കയറ്റാണ്. അപ്പം ഗേറ്റിൽ അത്രയും ഡിസൈൻ എലമെന്റ്സ് കൊണ്ടുവരണം. ഇതിങ്ങനെ മടങ്ങി മടങ്ങി പോകുന്ന രീതിയിലൊക്കെ ചെയ്യണം. ഭയങ്കര ടാസ്ക് പിടിച്ചൊരു പരിപാടിയും കൂടിയാണത്. അപ്പം ഈ രണ്ട് പോസിബിലിറ്റി അവിടെ എന്തായാലും ഇല്ല. പിന്നെ സ്ലൈഡിനുള്ള ഓപ്ഷൻ ആണെന്ന് വെച്ചാൽ 3 മീറ്റർ ആണ് ഇതിന്റെ ലെങ്ത്. ഈ 3 മീറ്റർ എന്തായാലും ആ പ്രോപ്പർട്ടിയിൽ കവർ ആവില്ല. ഈ 3 മീറ്റർ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അപ്പുറത്ത് പ്രോപ്പർട്ടി പോകും. അപ്പം സ്ലൈഡിനും സിങ്ങിനും ഓപ്ഷൻ ഇല്ല. നമ്മൾ കുറച്ച് എക്സിസ്റ്റിംഗ് ക്ലയൻസിൽ നമുക്ക് ഇതേ സെയിം സിനാരിയോസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ കയറ്റമുള്ള സ്ഥലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതേ സ്ലൈഡ് പുറത്തോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നേരെ അപ്പുറത്ത് പ്രോപ്പർട്ടി പോകുന്ന സിനാരിയോസ് നമുക്ക് നേരത്തെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരുന്നു ക്ലയന്റിന് സൊല്യൂഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അവിടെ നേരെ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു റോളിംഗ് ഷട്ടറാണ്. ഞാൻ അവിടെ ക്ലയന്റിന് ഡയറക്റ്റ്ലി റോളിംഗ് ഷട്ടർ സജസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് സെക്യൂർഡ് ആണ് എന്നുള്ളതാണ്. അവിടെ ഇപ്പം ബാക്കിയുള്ള ഗേറ്റ് വെക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് റോളിംഗ് ഷട്ടർ തന്നെയാണ്. പ്ലസ് അവിടെ കൺവീനിയൻസ് ആണ്. ഈ 2 ഓപ്ഷനും നമുക്ക് അവിടെ പോസിബിൾ അല്ല. സ്വിങ്ങും പറ്റില്ല, സ്ലൈഡും പറ്റില്ല. എന്തുകൊണ്ടും ബെറ്റർ റോളിംഗ് ഷട്ടർ ആയിരുന്നു. റോളിംഗ് ഷട്ടർ വെക്കുമ്പോൾ ഞാൻ അതിൻ്റെ സെൻറ്ററിൽ ഒരു ബ്രീത്ത് സ്പേസ് ഞാൻ ക്ലയൻറ്റിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടായി ആർക്കിടെക്റ്റിൻ്റെ അടുത്തും. അപ്പം ആർക്കിടെക്റ്റും ക്ലയൻറ്റും കുറച്ചും കൂടി വെൽക്കമിങ് ആയിരുന്നു അത്. അതായത് സെൻറ്റർ പോർഷനിൽ നമ്മളൊരു ചെറിയ ബ്രീത്ത് സ്പേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെന്തിനാ വെച്ചാൽ ഒരു ക്ലോസ്ഡ് ഷട്ടർ ഒരിക്കലും ഒരു വീടിൻ്റെ വിസിബിലിറ്റി കാണിക്കൂല. സെൻറ്ററിൽ കൂടെ നമ്മളൊരു വിസിബിൾ ഏരിയ എന്ന് വെച്ചാൽ ഡോട്ടഡ് മെറ്റീരിയൽ നമ്മൾ ആഡ് ചെയ്തു. അവിടെ പൗഡർ കോട്ടഡിൽ തന്നെ ഒരു ഡോട്ടഡ് മെറ്റീരിയൽ കൂടി ആഡ് ചെയ്തു. ഏകദേശം ഒരു 6ഓളം സ്ലൈഡിൽ. ആ 6ഓളം സൈഡിൽ ഈ വീടിൻ്റെ വ്യൂ വളരെ ക്ലിയർ ആണ്. അതായത് ഉള്ളിലുള്ള വീട് എത്രമാത്രം, അതായത് ആർക്കിടെക്റ്റിന്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണിത്. അത് അത്രയും നല്ല രീതിക്ക് ഷോക്കേസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് അവിടെ ബ്രീത്ത് സ്പേസ് കൊടുക്കാൻ പറ്റി. പ്ലസ് ഈ റോളിംഗ് ഷട്ടർ നമ്മൾ പൗഡർ കോട്ടഡ് മാറ്റ് ഫിനിഷിങ്ങിലാണ് ചെയ്തത്, ഒരു വുഡൻ കളറിൽ. അത് കുറച്ചും കൂടി വീടിന് എസ്തെറ്റിക് ലുക്കും വളരെ ഭംഗിയായിട്ട് കൊടുക്കാൻ പറ്റി. ക്ലയൻറ്റ് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മൾ ടെസ്റ്റ് മോഡിൽ എടുക്കുന്ന സമയത്ത് ക്ലയൻറ്റ് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കിത് റിപ്പയർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിൽ നമ്മളവിടെ കുറച്ച് സ്ലൈഡ് അതിൻ്റെ പുറത്തുനിന്ന് എടുത്തിട്ട് മാറ്റി ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ക്ലയൻറ്റ് പറഞ്ഞത് വെച്ചാൽ ഇതിൻ്റെ വെയിറ്റ് ആണ്. ഈ ഗേറ്റ് അകത്തോട്ട് മാറ്റി വെക്കുമ്പോൾ അതിൻ്റെ പീസസിൻ്റെ വെയിറ്റ് ആണ്. ഒരാൾക്ക് അങ്ങനെ പെട്ടെന്ന് ഊരിയ ആ സാധനം എടുത്തുകൊണ്ട് പോകാനൊക്കെ. പക്ഷേ ഇതിന് നല്ല ഗേജ് ഉണ്ട്, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഒരാൾ ഊരിയെടുക്കാൻ അന്ന് ഞാൻ ശ്രദ്ധിച്ചിരുന്നു, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് നല്ല സാധനമാണ് അവർ ഞങ്ങൾക്ക് വെച്ചിട്ടുള്ളത്. അത്രയും നല്ല സാധനം കൊടുക്കാൻ പറ്റി എന്നുള്ളത് ക്ലയൻറ്റിൻ്റെ സൈഡിൽ നിന്ന് കേൾക്കുമ്പോൾ വി ആർ വെരി ഹാപ്പി വിത്ത് ഇറ്റ്. ക്ലയൻറ്റ് വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷത്തോട് പറയാനുള്ളത്. കാരണം നമ്മുടെ സൊല്യൂഷനിലും നമ്മുടെ സർവീസിലും ക്ലയൻറ്റ് ഹാപ്പി ആയിരുന്നു. നമ്മളെല്ലാ ക്ലയൻറ്റിൻ്റെ അടുത്തും ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ് അവിടേക്ക് ഏറ്റവും സൂട്ടബിൾ ആയ ബെസ്റ്റായ സെക്യൂർഡ് സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇനാക്സിൻ്റെ ഒരു മോട്ടോ.